ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. ആലപ്പുഴയിൽ നിർമ്മാണത്തിനിടെ പാലം തകർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ കരാറുകാരന് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. കരാറുകാരന്റെ വീഴ്ച കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്കും സാധിച്ചില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം അന്വേഷണ റിപ്പോർട്ട് കൈമാറി. ആലപ്പുഴ മാവേലിക്കരയിൽ അച്ചൻകോവിലാറിന് കുറുകെ നിർമ്മിക്കുന്ന പാലമാണ് നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണ് 2 പേർ മരിച്ചത്. സംഭവത്തിന് പിന്നാലെ അന്വേഷിക്കാൻ പൊതുമരാമത്ത് വിജിലൻസിനെ മന്ത്രി മുഹമ്മദ് റിയാസ് ചുമതലപ്പെടുത്തി. ചീഫ് ടെക്നിക്കൽ എക്സാമിനർ പാലം തകർന്ന സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മറ്റും മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. കരാറുകാരന്റെ ഗുരുതര വീഴ്ചയാണ് പാലം തകരാൻ കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കരാറുകാരുടെ വീഴ്ച പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർക്കും മേൽനോട്ട വീഴ്ചയുണ്ടായി. കാലപ്പഴക്കം ചെന്ന ബോൾട്ട് തുരുമ്പെടുത്തത് അഴിഞ്ഞുപോകാൻ കാരണമായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മതിയായ സുരക്ഷാ സംവിധാനം കരാറുകാരൻ ഒരുക്കിയില്ല. ആകെ 15 ഗർഡറുകളുള്ള പാലത്തിന്റെ അവസാന ഗർഡറിന്റെ കോൺക്രീറ്റ് സമയത്താണ് എല്ലാം കൂടി തകർന്ന് നദിയിലേക്ക് പതിച്ചത്. മതിയായ ഭാരപരിശോധന ഉൾപ്പെടെ നടത്തിയില്ലെന്നാണ് പ്രാഥമിക വിവരം. കരുനാഗപ്പള്ളി സ്വദേശി വല്യത്ത് ഇബ്രാഹിം കുട്ടിയാണ് കരാറുകാരൻ. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.